ഓക്കെ, ചാപ്റ്റർ നമ്പർ 262 ഓഫ് JJKയുടെ സ്പോയിലേഴ്സ് ഔട്ട് ആയിരിക്കുകയാണ്. ആൻഡ് ഇവിടെ ഗോജോ ആൻഡ് സുക്കുനയുടെ ഡൊമൈൻ ക്ലാഷ് ആണ് നടക്കുന്നത്. ആക്ച്വലി സുക്കുന ആൻഡ് യൂട്ടോയുടെ ഡൊമൈൻ ക്ലാഷ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ സുക്കുനയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് ഗോജോയുടെ ബോഡി യൂസ് ചെയ്തുകൊണ്ടുള്ള യൂട്ടോ കോട്സു ആണ്. ഈ ചാപ്റ്ററിൽ കുറെ കാര്യങ്ങൾ റിവീൽ ആവുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയ വിഷയമുണ്ട്. ദാറ്റ് ഇസ് ഈ ചാപ്റ്ററിൽ ഓൺലി 7 പേജസ് മാത്രമേ ഉള്ളൂ. അതെ, അപ്പോൾ ഈ ഒരു വീക്ക് ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് ഈ 7 പേജസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്നത്. അതിന്റെ കൂടെ തന്നെ JJK ചാപ്റ്റർ ഒരു 2 വീക്ക് ബ്രേക്ക് അല്ലെങ്കിൽ 2 വീക്ക് ഹയാറ്റസിലോട്ടും കൂടെ പോവുകയാണ്. വിച്ച് മീൻസ് അടുത്ത ചാപ്റ്റർ ഇനി വരാൻ പോകുന്നത് 27th ഓഫ് ജൂണിനായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഇനി 2 വീക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണം ഫോർ ദ നെക്സ്റ്റ് ചാപ്റ്റർ. ചാപ്റ്റർ ഞാൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. പക്ഷേ മാംഗ പാനൽസ് ഞാൻ റിവീൽ ചെയ്യില്ല ഡ്യൂ ടു ദ കോപ്പിറൈറ്റ് ഇഷ്യൂസ്. 261 ലാസ്റ്റിൽ നമ്മൾ കണ്ടത് യൂട്ട ആൻഡ് സുക്കുന അവരുടെ ഡൊമൈൻ എക്സ്പാൻഷൻ ഓപ്പൺ ചെയ്തു. ആൻഡ് ഇതിന്റെ കണ്ടിന്യൂഷനിൽ നിന്നാണ് അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നത്. ഇവിടെ യൂട്ട ഗോജോയുടെ ഡൊമൈൻ എക്സ്പാൻഷനായ ഇൻഫിനിറ്റ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് വോയിഡ് തുറന്നു. ആൻഡ് ഈ ഡൊമൈനിനെ അവൻ ഇപ്പോൾ ഒരു ചെറിയ സൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് എ ഫുട്ബോൾ അല്ലെങ്കിൽ ഒരു ബാസ്കറ്റ് ബോളിന്റെ രൂപത്തിലാണ് അവൻ ഇപ്പോൾ ആ ഡൊമൈനിനെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ചോദ്യം ഇതാണ്, യൂട്ട എന്തിനു വേണ്ടി ഗോജോയുടെ ഡൊമൈൻ അത്രയ്ക്ക് ചെറുതാക്കിയത്? കാരണം ഗോജോയും സുക്കുനയുടെ ലാസ്റ്റ് ബാറ്റിലിൽ ഗോജോയിന് ഒരു കാര്യം പിടികിട്ടി. അതെന്തെന്ന് വെച്ചാൽ ഗോജോ തന്റെ ഡൊമൈനിന്റെ സൈസ് സ്മോൾ ആക്കിയപ്പോൾ സുക്കുനയുടെ മാലവലൻ ഷ്രൈനിനെ അവന് 3 മിനിറ്റ് വരെ സുഖമായിട്ട് വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിഞ്ഞു. എല്ലാം ഡൊമൈൻ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഡൊമൈൻ ആയാൽ പോലും അതിനൊരു ഡൊമൈൻ ബാരിയർ ഉണ്ട്. അപ്പോൾ ഈ ഡൊമൈൻ ബാരിയറിന്റെ ഹെൽപ്പ് കൊണ്ടാണ് മാക്സിമം കേഴ്സ്ഡ് എനർജി ഔട്ട്പുട്ട് ജനറേറ്റ് ആകുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരാൾ 100% കേഴ്സ്ഡ് എനർജി അവന്റെ ഡൊമൈനിൽ ഇടുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 70 to 80% ഔട്ട്പുട്ട് എങ്കിലും ജനറേറ്റ് ആകും. ഈ കേസിൽ യൂട്ട ബാരിയറിന്റെ സൈസ് കുറച്ചത് മാക്സിമം കേഴ്സ്ഡ് എനർജി വെച്ചിട്ട് മാക്സിമം ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാനായിരുന്നു. മാത്രമല്ല ഈ ഡൊമൈനിന്റെ ബാരിയർ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് തന്നെ ഒരു നിസാര കാര്യവുമല്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഗോജോയുടെ ബോഡി എന്തുമാത്രം യൂട്ടയ്ക്ക് വേണ്ടി സഹായമാകുന്നു എന്നാണ്. ഈ ബാരിയർ 3 മിനിറ്റ് മാത്രമേ വർക്കാവുമെന്നുള്ള കാര്യം യൂട്ടയ്ക്ക് എങ്ങനെ അറിയാം? ഗോജോയും സുക്കുനയും ബാറ്റിൽ ചെയ്ത സമയത്ത് ഗോജോ ഈ സെയിം സ്ട്രാറ്റജി യൂസ് ചെയ്തായിരുന്നു ടു ഡിഫീറ്റ് സുക്കുന. ഗോജോ ഈ മെത്തേഡ് കൊണ്ടാണ് സുക്കുനയെ നല്ല രീതിയിൽ ഇഞ്ചുറി കൊടുത്തത്. ഈവൻ ദോ സുക്കുന ഈ ഡൊമൈനിനെ ബ്രേക്ക് ചെയ്തു. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് സുക്കുനയുടെ മാലവലൻസ് റൈനും ബ്രേക്ക് ആയത്. രണ്ടുപേരുടെയും മാച്ച് എല്ലാം JJK സോഴ്സേഴ്സും വിറ്റ്നസ് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ തന്നെ യൂട്ടയും പ്രസന്റ് ആയിരുന്നു. ഈ റീസൺസ് കൊണ്ടാണ് യൂട്ടയ്ക്ക് ഈ 3 മിനിറ്റ് ടൈം ലൈനിന്റെ ഗ്യാപ്പിനെ പറ്റി അറിയുന്നത്, വിച്ച് ഇസ് ടു മെയിൻറ്റെയിൻ ദ ബാരിയർ ഓഫ് ഡൊമൈൻ. യൂട്ടയും ആ സെയിം രീതിയിൽ തന്നെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു. സുക്കുനയുടെ അറ്റാക്സ് 3 മിനിറ്റ് വരെ ഗോജോ സെൻസയെ പോലെ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ആൻഡ് ഈ 3 മിനിറ്റ് മുമ്പേ തന്നെ സുക്കുനയെ കൊല്ലാനായിരുന്നു അവന്റെ പ്ലാൻ. ഈ സെയിം സമയം തന്നെ നരേറ്ററിലൂടെ പറയുന്നുണ്ട് സുക്കുന തന്റെ ഡൊമൈൻ റേഞ്ച് റെഡ്യൂസ് ചെയ്തു ആൻഡ് 99 സെക്കൻഡ് ടൈം ലിമിറ്റ് ഉള്ള തന്റെ ഡൊമൈൻ എക്സ്പാൻഷനെയും കുറച്ചു ടു കൗണ്ടർ ഇൻഫിനിറ്റ് വോയിഡ്. ഫൈറ്റ്സ് എല്ലാം നടക്കുമ്പോൾ തന്നെ ഇവിടെ വേറൊരു സീക്രട്ടും റിവീൽ ആവുന്നുണ്ട്, വിച്ച് വാസ് യൂട്ട ആൻഡ് ഗോജോ ഇതിനു മുമ്പേ തന്നെ സോൾ സ്വാപ്പിംഗ് മെത്തേഡ് നടത്തിയിട്ടുണ്ട്. ഈ സോൾ സ്വാപ്പിംഗ് നടത്തിയത് കൊണ്ട് മാത്രമാണ് യൂട്ടയ്ക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഗോജോയുടെ ഡൊമൈൻ ആൻഡ് അവന്റെ ആ ബാരിയർ ഇത്ര നിസ്സാരമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ നിന്ന് എന്താണ് വ്യക്തമാകുന്നത്? ഇവർക്കെല്ലാം ആദ്യമേ തന്നെ ഗോജോയുടെ ഡെത്ത് നടക്കുമെന്നുള്ള നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റീസൺസ് കൊണ്ടാണ് അവർ ഈ വേഴ്സ്റ്റ് കേസ് സിനാരിയോന് വേണ്ടി നല്ലോണം പ്രിപ്പയർഡ് ആയിരുന്നു. നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ സോൾ സ്വാപ്പിംഗ് എങ്ങനെ നടന്നുവെന്ന്. മെയ്മയുടെ സഹോദരനായ ഉയുയുടെ ടെക്നീക്സ് ആണ് ടെലിപ്പോർട്ടേഷൻ ആൻഡ് സോൾ സ്വാപ്പിംഗ്. അപ്പോൾ ഇവന്റെ സഹായം കൊണ്ടാണ് അവർക്കിപ്പോൾ സോൾ സ്വാപ്പിംഗ് ചെയ്യാൻ കഴിഞ്ഞത്. ഫൈറ്റ്സ് പിന്നെ തുടരുന്നു. എന്നിട്ട് അടുത്ത കാര്യം റിവീൽ ആകുന്നത് സുക്കുനയ്ക്ക് ഈ 3 മിനിറ്റ് ഡൊമൈൻ ബാരിയറിനെ പറ്റിയുള്ള സീക്രട്ട് ആദ്യം മുതലേ അറിയാമായിരുന്നു എന്നാണ്. സുക്കുന തന്നെ മനസ്സിൽ തന്നെ ചിന്തിച്ചു, ഞാൻ ഈ 3 മിനിറ്റ് തീരുന്നതിന് മുമ്പേ തന്നെ യൂട്ടയെ ഫിനിഷ് ചെയ്യും ആൻഡ് എല്ലാരെയും കൊല്ലും. സബാഷ്. നെക്സ്റ്റ് പാനലിൽ ഗോജോയുടെ ബ്ലൂ ടെക്നിക് യൂസ് ചെയ്തുകൊണ്ട് യൂട്ട നല്ല രീതിയിൽ തയ്യാറായിരുന്നു. പക്ഷെ യൂസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ സുക്കുന അവനെ വന്ന് പിടിച്ചു. ആൻഡ് ഈ സമയത്ത് തന്നെ യൂട്ടയുടെ അടുത്തെത്തിയിട്ട് ഒരു പവർഫുൾ പഞ്ചാണ് അവന്റെ ഫേസിൽ കൊടുത്തത്. ഞാൻ ആദ്യം വിചാരിച്ചു യൂട്ടയ്ക്കായിരിക്കും സുക്കുനയുടെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ നല്ല അഡ്വാൻറ്റേജ് എന്ന്. കാരണം ഗോജോ ആൻഡ് സുക്കുനയുടെ മാച്ചിൽ ഈവൻ ദോ ഗോജോ നല്ല ഡിസഡ്വാൻറ്റേജിലായിരുന്നെങ്കിൽ പോലും അവന് സുക്കുനയുടെ എതിരെ കുറെ നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. ആൻഡ് സുക്കുനയ്ക്ക് നല്ല ഇഞ്ചുറീസ് വരെ അവന് കൊടുക്കാൻ സാധിച്ചു. ഈ കാര്യങ്ങളെ പറ്റി യൂട്ടയും ചിന്തിച്ചു. ഗോജോയുടെ ഡൊമൈൻ എക്സ്പാൻഷൻ അല്ലെ ഡൊമൈൻ ആക്ടിവേറ്റ് ആയിട്ട് പോലും എങ്ങനെ സുക്കുനയ്ക്ക് ഗോജോയുടെ ഇൻഫിനിറ്റിയെ മറികടന്ന് വരാൻ പറ്റിയെന്ന്. സാധാരണ സിറ്റുവേഷനിൽ ഒരാൾ ഡൊമൈൻ എക്സ്പാൻഷൻ തുറക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരു സിംഗിൾ മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ, വിച്ച് ഈസ് ഡൊമൈൻ എക്സ്പാൻഷൻ അഗെയിൻസ്റ്റ് എനി ഒപ്പണന്റ്.
പക്ഷെ ഈ സിനാരിയോയിൽ ഒപ്പണന്റ് കേഴ്സസിന്റെ രാജാവായ സുകുണയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ പുള്ളിക്കാരന് ആപ്ലിക്കബിളേ അല്ല. സുകുണ ഇവിടെ ഡൊമൈൻ എക്സ്പാൻഷന്റെ കൂടെ തന്നെ ഡൊമൈൻ ആംപ്ലിഫിക്കേഷനും യൂസ് ചെയ്തു. അപ്പോൾ ഇതിന്റെ സഹായം കൊണ്ട് സുകുണയ്ക്ക് ഗോജോയുടെ ഇൻഫിനിറ്റിയെ പെനിട്രേറ്റ് ചെയ്യാനും കഴിഞ്ഞു ആൻഡ് ലാൻഡ് ആൻഡ് അറ്റാക്ക് ഓൺ യൂറ്റ. ഡൊമൈൻ ആംപ്ലിഫിക്കേഷനെ സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ ഏതൊരു ഡൊമൈനിനെയും നള്ളിഫൈ അല്ലെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് കുറയ്ക്കാനുള്ള ടെക്നീക്കിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്ത നിമിഷം കാണിക്കുന്നത് ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാനലാണ്. അതെ, 7 പേജുള്ള ചാപ്റ്റർ ഇതാ തീരുന്നു ആൻഡ് നമ്മളെ ഈ പാനലിൽ കാണിക്കുന്നത് യൂറ്റയുടെ ലൈഫ്ലെസ് ബോഡിയായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് റീക്കയാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, പിന്നെയും അടുത്തൊരു ക്ലിഫ് ഹാങ്കറിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ എന്നാലും കുറെ കാര്യങ്ങൾക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. എന്തെന്ന് വെച്ചാൽ യൂറ്റോയുടെ ടൈം ലിമിറ്റ് 5 മിനിറ്റ് ആണ് ഗോജോയുടെ ബോഡിയിൽ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ആ 5 മിനിറ്റ് കഴിഞ്ഞാൽ യൂറ്റ അവന്റെ ബോഡിയിൽ തന്നെ തിരിച്ചു പോകുമോ അതോ മരിക്കുമോ? ഇനി അഥവാ യൂറ്റ പോയാൽ ഗോജോയുടെ സോൾ ഗോജോയുടെ ബോഡിയിൽ തിരിച്ചു വരുമോ? പിന്നെ അഥവാ യൂറ്റ ഇനി മരിച്ചു പോയാൽ റീക്കയുടെ കാര്യം എന്താകും? ചാപ്റ്റർ തീരുമ്പോൾ നരേറ്റർ ഇവിടെ പറയുന്നുണ്ട് റീക്ക ഹാസ് ഫുള്ളി മാനിഫെസ്റ്റഡ് ബട്ട്. അപ്പോൾ ആ ബട്ടിന്റെ ആൻസർ ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ടേ നമുക്കറിയാൻ പറ്റും. ജെസികയുടെ റൈറ്ററായ ഗേഗെ അക്കുട്ടാമി ഇപ്പോൾ പനി പിടിച്ച് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഗോജോ ഫാൻസ് എല്ലാം പ്രാഗിയിട്ടായിരിക്കും ജെജെകെ ഓർത്തറിന് ഈ അവസ്ഥ വന്നത്. ജോക്സ് അപ്പാർട്ട്, ഗേഗെ എത്രയും പെട്ടെന്ന് റിക്കവർ ആകട്ടെ, എന്നിട്ട് ഈ സ്റ്റോറി നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യട്ടെ. പിന്നെ ഈ ചാപ്റ്റർ 7 പേജസ് ഉള്ളതിന്റെ കാരണം ഇസ് ദ പ്രോമിസ് ഗേഗെ മേഡ് ടു റിലീസ് ദ ചാപ്റ്റർ ഓൺ June 6. ഹ്യൂജ് റെസ്പെക്ട് ടു ഹിം. 2019 ഒരു ഇന്റർവ്യൂവിൽ ഗേഗെ പറഞ്ഞായിരുന്നു ജെജെകെ അവസാനിക്കുമ്പോൾ എല്ലാവരും മരിക്കും, പക്ഷെ ഒരാൾ മാത്രമേ ജീവിച്ചു കാണൂ. അതിനി യൂജി ആയിരിക്കുമോ സുകുണയായിരിക്കുമോ ആരായിരിക്കുമോ ഒരു പിടുത്തവുമില്ല, കണ്ടറിയാം. സോ യെസ്, ചാപ്റ്റർ റിവ്യൂ ഇതാ അവസാനിച്ചിരിക്കുന്നു. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്തൊരു ചാപ്റ്റർ റിവ്യൂ ആൻഡ് സം ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായി. ടിൽ ദെൻ ഫ്രം മൈ സൈഡ് ടു ഓൾ ഓഫ് യു, സയോനാറ.